ഫെലിക്സ് നമസ്കാരം. മുൻപ് ഇപ്പോൾ ഈ വീടിനടുത്ത് ഫെലിക്സ് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എം വി ഗോവിന്ദൻ ജനകീയ പ്രതിരോധ യാത്ര നടത്തിയ സമയത്ത് ആ വീട്ടിനുള്ളിൽ ഉണ്ടായിട്ട് കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാതെ പരിഭവിച്ചിരുന്ന ഇ പിയെ കുറിച്ചാണ്. ഇപ്പോൾ ആ വീട്ടിൽ ഇ പി എത്തിയിട്ടുണ്ടോ? എന്താണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഫെലിക്സ്. മോദി നമസ്കാരം. ഇ പി ഏതായാലും കണ്ണൂരിലെത്തിയിട്ടുണ്ട്. 8:45 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് അദ്ദേഹം മട്ടന്നൂരിലുള്ള കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. പക്ഷെ അദ്ദേഹം ഈ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. 9 മണിയോടുകൂടി ചെക്കിംഗ് ഒക്കെ പൂർത്തിയാക്കി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കീച്ചേരി, അതായത് മട്ടന്നൂരിൽ നിന്നും ഏതാണ്ട് ഒരു 30-40 കിലോമീറ്റർ അകലെയായാണ് ഇ പിയുടെ വീട്, കീച്ചേരി എന്ന സ്ഥലത്ത്. അപ്പോൾ ഇവിടുത്തെ വീട്ടിലേതായാലും ഇ പി എത്തിയിട്ടില്ല. ഇ പിയുടെ വാഹനമോ ഒന്നും തന്നെ ഇല്ല. ഒരു ജീവനക്കാരൻ മാത്രമാണ് ഇപ്പോൾ ഇ പിയുടെ വീട്ടിലുള്ളത്. അതുകൊണ്ട് ഇ പി ഇപ്പോൾ കണ്ണൂരിലുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ഒരു പക്ഷേ അല്പസമയത്തിനകം 9 മണിക്ക് അദ്ദേഹം ഇറങ്ങുകയാണെങ്കിൽ ഒരു 10 മണി കഴിയുമ്പോഴേക്കും ഇ പി ഇവിടേക്ക്, ഏതാണ്ട് 1 മണിക്കൂർ യാത്രയുണ്ട്. 1 മണിക്കൂർ കൊണ്ട് ഇ പി ഇവിടേക്ക് എത്തണം. പക്ഷേ ഇ പി നേരെ വീട്ടിലേക്ക് വരുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. വേറെ എവിടെയെങ്കിലും അദ്ദേഹം മറ്റു പരിപാടികൾ ഏതെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിലും ഇപ്പോൾ വ്യക്തതയില്ല. അതുകൊണ്ട് ഇ പി വീട്ടിലേക്ക് വരുമെന്നൊരു ഉറപ്പില്ല. വീട്ടിലേക്ക് ഏതായാലും അദ്ദേഹം ഇപ്പോഴെത്തിയിട്ടുമില്ല. ഏതായാലും മോത്തി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കറിയാം ഈ വിഷയത്തിൽ, അതായത് നേരത്തെ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയത് മുതൽ, തന്നെക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയത് മുതൽ ഇ പി നേതൃത്വത്തോട് ഇടഞ്ഞ് പലപ്പോഴും നിന്നതാണ്. അദ്ദേഹം ഈ എം വി ഗോവിന്ദൻ്റെ ജനകീയ പ്രതിരോധ ജാഥയിൽ നിന്നും ഘട്ടത്തിൽ മാറി നിൽക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും കണ്ണൂരിലേക്ക് ജാഥ എത്തിയപ്പോൾ അദ്ദേഹം അതിൽ പങ്കെടുത്തില്ല. അതിന് പകരം അദ്ദേഹം എറണാകുളത്തെ അല്ലെങ്കിൽ കൊച്ചിയിലെ ദല്ലാൽ നന്ദകുമാറിന്റെ ശരി ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിലെ ഇ പി ജയരാജന്റെ വീട്ടിൽ നിന്നും.